നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും. എറണാകുളം എടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രനാണ് മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കുന്നംകുളത്ത് തൃശൂർ നോർത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്ന് സുരക്ഷിതമായി കണ്ടെത്തിയത്. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. വാർത്തകൾ വിശദമായി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. എറണാകുളം ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 പഹൽഗാമിൽ ആക്രമണമുണ്ടായത്. ഭീകരാക്രമണത്തിൽ മരിച്ച 29 പേരിൽ 26 പേരെ തിരിച്ചറിഞ്ഞു. ഗുജറാത്തിൽ നിന്ന് 3 പേർ, കർണാടകയിൽ നിന്ന് 3 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് 6 പേർ, ബംഗാളിൽ നിന്ന് 2 പേർ, ആന്ധ്രയിൽ നിന്ന് ഒരാൾ, കേരളത്തിൽ നിന്ന് ഒരാൾ, UP, ഒഡീഷ, ബീഹാർ, ചണ്ഡീഗഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, കാശ്മീർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത്. നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചു. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് ചുട്ട മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് കാശ്മീർ ജനതയും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. ഭീകരർക്ക് സഹായം നൽകിയവരെയും തേടിച്ചെന്ന് തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചയിലും പരിശോധന വേണമെന്ന് കോൺഗ്രസും CPM-ഉം ആവശ്യപ്പെട്ടു. പൈശാചിക മനസ്സുള്ളവർക്ക് ഇത്തരമൊരു കൃത്യം ചെയ്യാനാകൂ എന്ന് സുപ്രീം കോടതി ആഞ്ഞടിച്ചു. ജമ്മു കാശ്മീരിലെ ഹീനമായ ആക്രമണത്തിൽ രാജ്യത്ത് ഉയർന്നത് ഒരേ വികാരമാണ്. കാശ്മീരി ജനത തന്നെ തെരുവിലിറങ്ങി ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെട്ടത് അസാധാരണ കാഴ്ചയായി. കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികളും ഈ ജനവികാരത്തിനൊപ്പം നിൽക്കുകയാണ്. മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കൾ ഇത്തരം ആക്രമണങ്ങൾ കാശ്മീരികൾക്കെതിരെയെന്ന് ചൂണ്ടിക്കാട്ടി തെരുവിലിറങ്ങി. ജമ്മുവിൽ നടന്ന റാലിയിൽ പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യം മുഴങ്ങി. മറുപടി ഹീനാക്രമണം നടത്തിയ ഭീകരിൽ ഒതുങ്ങില്ല എന്ന സന്ദേശമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസേനയുടെ പരിപാടിയിൽ നൽകിയത്. ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരാഞ്ജലി അർപ്പിച്ചു. എരുമപ്പെട്ടി റോഡ് ജംഗ്ഷനിൽ മെഴുകുതിരി കത്തിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നടന്ന പരിപാടിക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MC ഐജു അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ PS സുനീഷ്, NK കബീർ, അജു നെല്ലുവായ്, KR രാധിക, സഫീന അസീസ്, സുജാത തുളസി, സുന്ദരൻ ചിറ്റണ്ട, AU മനാഫ്, രവി ആനറ്റാംപറമ്പിൽ, MV റാഫേൽ എന്നിവർ പങ്കെടുത്തു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം E. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദൻ വേലൂർ അധ്യക്ഷനായി. സുഭാഷ് ഷാദൂർ, വിഷ്ണു അമ്പാടി, അഭിലാഷ് തയ്യൂർ, പ്രവീൺ ചിറ്റണ്ട എന്നിവർ പങ്കെടുത്തു. തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് ഹൃദയാഞ്ജലി അർപ്പിച്ചു. തീവ്രവാദത്തിനെതിരെയായി പോരാടുമെന്ന് സമൂഹ പ്രതിജ്ഞയും എടുത്തു. ഗുരുവായൂർ ഗാന്ധി പ്രതിമയ്ക്ക് തൊട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന സദസ്സ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R. രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലൻ വാർനാട്ട് ആമുഖ പ്രസംഗം നടത്തി. ശശി വാർനാട്ട്, ശൈലജ ദേവൻ, ശിവൻ പാലിയത്ത്, KK രജിത്ത്, CJ റെയ്മണ്ട്, TV കൃഷ്ണദാസ്, പ്രതീഷ് ഓടാട്ട്, VS നവനീത് തുടങ്ങിയവർ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ പൊടിപൊടിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന പിണറായി സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികളാണ് പൊടിക്കുന്നത്. വികസിത കേരളം എന്നത് BJPയുടെ വെറുമൊരു മുദ്രാവാക്യം അല്ലെന്നും പാർട്ടിയുടെ ദൌത്യമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. തൃശൂർ നോർത്ത് ജില്ല തന്റെ അമ്മയുടെ നാട് എന്നതിനാൽ ഏറെ പ്രിയപ്പെട്ട ഇടമാണെന്നും സ്വന്തം നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. ഈ ടീം വികസിത കേരളം എന്ന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികളെല്ലാം പ്രഖ്യാപിച്ചിട്ട് 4 ദിവസം മുമ്പേ തുടങ്ങിയ ഈ പ്രോഗ്രാം ഇന്നലെ ആദ്യത്തെ കൺവെൻഷൻ തൃശ്ശൂർ സിറ്റിയിലായിരുന്നു. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇനി അങ്ങനെ മെയ് 10-ാം തീയതി വരെ 30 ജില്ലയിൽ ഞാൻ പോയി ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഈ ഒരു വികസിത കേരളം, അതിൻ്റെ കാഴ്ചപ്പാട്, അത് എന്താണ്, എന്തുകൊണ്ട് നമ്മളെല്ലാവർക്കും ഇതൊരു ദൗത്യമായി ലക്ഷ്യമായി കാണണം എന്ന് ഞാൻ പറയാൻ പോകുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്നതാണ് നമ്മുടെ സങ്കല്പം. കഴിഞ്ഞ 9 കൊല്ലം കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് അവസരം നൽകി. എന്നാൽ എന്തെങ്കിലും പ്രയോജനം സംസ്ഥാനത്ത് ലഭിച്ചോ? വൻ വ്യവസായശാലകൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉയർന്നപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പായി. ഈ നാട്ടിലെ മുൻനിര ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാർ ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിലാണ്. അവരെ കണ്ടില്ലെന്ന് നടിച്ച് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാരാണിത്. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കുകയാണ് സർക്കാർ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ്. ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്കും കേരളത്തിൽ തന്നെ. ആശാവർക്കർമാർക്കും കർഷകർക്കും തുടങ്ങി സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് പിണറായി സർക്കാരിന്റെ 9 വർഷങ്ങളിൽ യാതൊരു ആഘോഷവുമില്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR. അനീഷ്, വിപിൻ കൂടിയടത്ത്, KS. രാജേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന നേതാക്കളായ അനൂപ് ആന്റണി, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, A. നാഗേഷ്, അഡ്വക്കേറ്റ് KK. അനീഷ് കുമാർ, E. ചന്ദ്രൻ, രമ രഘുനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായി മരിയൻ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഏപ്രിൽ 25, 26, 27 തീയതികളിൽ തീർത്ഥകേന്ദ്രത്തിലാണ് മരിയൻ ബൈബിൾ കൺവെൻഷൻ നടക്കുക. ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ദിവ്യബലിയെ തുടർന്ന് നടക്കുന്ന ബൈബിൾ കൺവെൻഷനിൽ ഫാദർ സിൻഡോ പൊന്തേക്കൻ, ഫാദർ റോയ് വേളക്കുമ്പിൽ, ബ്രദർ സന്തോഷ് കരുമത്ര എന്നിവർ വചന പ്രഘോഷണം നിർവഹിക്കും. ഏപ്രിൽ 26, 27 തീയതികളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 5 മണി വരെ കുംഭസാരം, കൗൺസിലിംഗ് എന്നിവയ്ക്ക് സൗകര്യമുണ്ടാകും. മെയ് 3, 4 തീയതികളിലായിട്ടാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്ത് തോട്ടം ചോലയിൽ 76 വയസ്സുള്ള അമ്മണി, അനുജത്തി 68 വയസ്സുള്ള ശാന്ത എന്നിവരെയാണ് ഈ മാസം 20 മുതൽ കാണാതായത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10-നും 11-നും ഇടയിൽ ഇരുവരും ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്നും കോയമ്പത്തൂരെത്തി തിരുപ്പതിയിലേക്ക് പോയതായും കണ്ടെത്തി. ചാലിശ്ശേരി പോലീസ് സംഘം തിരുപ്പതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്നും കണ്ടെത്തിയത്. ചാലിശ്ശേരി SHO കുമാർ, സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, DYSP ക്രൈം സ്ക്വാഡ് അംഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ റഷീദ്, ജിതിൻ ബാബു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. പഴുന്നാനയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ദീർഘനാൾ ചികിത്സയിൽ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന പാർവണ ഭദ്രദീപത്തിൽ തിരി തെളിയിച്ചതോടെയാണ് ചടങ്ങിന് തുടക്കമായത്. ചൊവ്വന്നൂർ BRCക്ക് കീഴിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളായ ആർഷ, സ്നിയ മേരി, അസഫ് രാജ്, അനുശ്രീ എന്നിവർ പ്രാർത്ഥന ചൊല്ലി. തുടർന്ന് നടന്ന ചടങ്ങ് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ഇതളുകൾ വിടർത്തി നിൽക്കുന്ന ഒരു ചടങ്ങാണിത്. ഓരോ ഇതളും സുഗന്ധപൂരിതമാണ്, പ്രധാനമാണ്, വർണ്ണശബളമാണ്.
കുന്നംകുളത്തുകാർക്ക് ഷെയർ ആൻഡ് കെയറിനെ കുറിച്ച് എന്നെപ്പോലൊരാൾ വന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. കാര്യമായ ധനശേഖരണം കൂടാതെ അതിലെ അംഗങ്ങളുടെ തന്നെ സാമ്പത്തികമായ പങ്കാളിത്തം കൊണ്ട് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഷെയർ ആൻഡ് കെയർ, പങ്കുവെപ്പും കരുതലും ഇതുതന്നെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിന്നിവിടെ പറയട്ടെ, വലിയ ആളുകളാണ് വന്നിരിക്കുന്നത്, വലിയ ആളുകളാണ് സംഘടിപ്പിക്കുന്നത്. കാരണം ഇതൊരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ്. ജീവകാരുണ്യ പ്രസ്ഥാനം നടത്താൻ വലിയ ആളുകൾക്കേ കഴിയൂ. വലിയ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. വലിയ ആളെയാണ് ആദരിക്കുന്നത്. ലഹരി മാഫിയകളുടെ കയ്യിലകപ്പെട്ട സമൂഹത്തെ വീണ്ടെടുക്കേണ്ടത് ഓരോ പൗരന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും ഉത്തരവാദിത്വമാണെന്ന് സമദാനി വ്യക്തമാക്കി. പക്ഷേ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും നല്ലതിനാണോ? സമൂഹത്തെ അത് എവിടെയാണ് കൊണ്ടുപോയിട്ട് ചെന്നെത്തിക്കുക? ഈ പോക്ക് പോയാൽ നാളത്തെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ എല്ലാവരും കൂട്ടായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇളം തലമുറയെപ്പറ്റി ചിന്തിക്കണം, ഗംഗമോളുടെ തലമുറയെപ്പറ്റി ചിന്തിക്കണം, അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കണം. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷനായി. സൊസൈറ്റി സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ, പ്രോഗ്രാം കൺവീനർ സിംല ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രായത്തെ വെല്ലുന്ന കലാവൈഭവത്തോടെ ഗംഗ ശശിധരൻ തന്റെ വയലിൻ തന്ത്രികളിൽ നിന്നും ഇടതടവില്ലാതെ നാദധാര പൊഴിച്ചതോടെ കാണികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. രണ്ടര മണിക്കൂറോളം നീണ്ട സംഗീത ലഹരി കുന്നംകുളത്തെ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. സമൂഹമാധ്യമങ്ങളിലൂടെ പ്രശസ്തിയിലേക്കുയർന്ന കൗമാരപ്രതിഭ ഗംഗ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ ആദ്യമായാണ് കുന്നംകുളത്ത് അരങ്ങേറുന്നത്. വയലിൻ ഫ്യൂഷൻ പരിപാടിയുമായി സഹകരിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും മൊമന്റോ സമ്മാനിച്ചു. ചടങ്ങിൽ മീഡിയ പാർട്ണറായിരുന്ന CCTVയെ ആദരിച്ചു. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ലഹരിക്കെതിരെ താമരശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സൈക്കിൾ ഘോഷയാത്ര ബുധനാഴ്ച വൈകിട്ട് തൃശൂർ ജില്ലയിലെത്തി. ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ, കേരള പോലീസ്, സംസ്ഥാന എക്സൈസ് വിമുക്തി, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവയുമായി സഹകരിച്ചാണ് ഡ്രഗ് ഫ്രീ കേരള സൈക്ലത്തോൺ സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നത്. വേണ്ട നമുക്ക് ലഹരി, വേണം നമുക്ക് ജീവിത ലഹരി എന്ന സന്ദേശമുയർത്തിയാണ് വിവിധ ജില്ലകളിൽ നിന്ന് 12 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള 40ഓളം അംഗങ്ങൾ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് പ്രധാന ജംഗ്ഷനുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്ത് സൈക്കിൾ യാത്ര തുടരുന്നത്. താമരശ്ശേരിയിൽ ചൊവ്വാഴ്ച K. സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി CK ഷമീർ ബാവ അധ്യക്ഷനായി. ബാലുശ്ശേരി റൂറൽ SP ബൈജു സൈക്കിൾ തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. എക്സൈസ് കമ്മീഷണർ സുഗുണൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. നജീബ് കാന്തപുരം MLA മുഖ്യ പ്രഭാഷണം നടത്തി. ബുധനാഴ്ച കോട്ടക്കൽ നിന്നും ആരംഭിച്ച യാത്ര രാത്രി തൃശൂരിൽ സമാപിച്ചു. എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകൾ സഞ്ചരിച്ച് 26-ന് തിരുവനന്തപുരത്ത് എത്തി സമാപിക്കും.
സമാപന യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വിവിധങ്ങളിൽ ജനപ്രതിനിധികളും സാംസ്കാരിക നായകരും സാമൂഹിക പ്രവർത്തകരും അടക്കം നിരവധി പേർ പങ്കാളികളാകും. സൈക്കിൾ യാത്രയ്ക്ക് ചെയർമാൻ കെ അബ്ദുൾ മജീദ്, കോർഡിനേറ്റർ ഹെഡ് ഷംസുദ്ദീൻ ഏകരൂർ, മീഡിയ കോർഡിനേറ്റർ വി നൌഫൽ, കെ വിഷ്ണു, ഷൈജ സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകുന്നു. ഞങ്ങൾ കോഴിക്കോട് നിന്ന് മലപ്പുറം കഴിഞ്ഞ് ഇനി തൃശ്ശൂരാണ് ഇന്ന് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് 26-ാം തീയതി തിരുവനന്തപുരത്ത് സംബന്ധിക്കും. ഈ റാലി ബഹുമാന്യനായ ആരോഗ്യ വകുപ്പ് മന്ത്രി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കാരണം നമുക്കറിയാം സമൂഹത്തിൽ ലഹരി എത്രമാത്രം ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വർത്തമാന സാഹചര്യങ്ങളിലൂടെ വാർത്താമാധ്യമങ്ങളിലൂടെയും ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു ബോധവൽക്കരണവും. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബു അധ്യക്ഷയായി. കുന്നംകുളം സിവിൽ എക്സൈസ് ഓഫീസർ സോന ഉണ്ണി ലഹരി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വനിതാ വിംഗ് കോർഡിനേറ്റർ P ജോസ് പങ്കെടുത്തു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി ജിനി ജയ്മോൻ സ്വാഗതവും ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ ജാൻസി ജാക്സൺ നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ. പുന്നൂർക്കുളം പഞ്ചായത്തിന്റെയും മണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളിലെ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിന് നടത്തി. മണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിജു ജോർജ് കുന്നത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തിൽ മൂസ ഉദ്ഘാടനം ചെയ്തു. ശാന്തി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹെൽത്ത് സൂപ്പർവൈസർ ഹരിദാസൻ വിശദീകരിച്ചു. ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ടിനു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വന്ദന, സ്മിത, ഫിദ, ഉണ്ണികൃഷ്ണൻ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിന്റെ സാംസ്കാരിക സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാകണം മസ്ജിദുകളെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേച്ചേരി മമ്പാൽ ഹുദ ഇസ്ലാമിക് അക്കാദമി അങ്കണത്തിൽ പുതുതായി നിർമ്മിച്ച ഗ്രാൻഡ് മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ സമാധാന കേന്ദ്രങ്ങളാണ് പള്ളികളെന്നും ഇസ്ലാമിന്റെ തനിമ നിലനിർത്തിയ പാരമ്പര്യ ആരാധനകൾ സംരക്ഷിക്കപ്പെടണമെന്നും പുത്തൻ വാദങ്ങൾ ഉന്നയിക്കുന്ന ഉൽപ്പതിഷ്ണുക്കളെ കരുതിയിരിക്കണമെന്നും കാന്തപുരം ഓർമ്മിപ്പിച്ചു. ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. മർക്കസ് ഡയറക്ടർ ജനറൽ C മുഹമ്മദ് ഫൈസി അധ്യക്ഷനായിരുന്നു. സയ്യിദ് ഫസൽ തങ്ങൾ, ബഷീർ സഖാഫി, അസ്ലം സഖാഫി, ഡിണ്ടിക്കൽ ഖാജ ഹുസൈൻ ഹാജി, RV ഇസ്മായിൽ ഹാജി, ഉസ്മാൻ സഖാഫി തിരുവത്ര, KK ജമാലുദ്ദീൻ ഹാജി, ബഷീർ സഖാഫി, അസ്ലം സഖാഫി എന്നിവർ സംസാരിച്ചു. മമ്പഉൽ ഹുദ അക്കാദമിയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെയും പള്ളി നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. മമ്പഉൽ ഹുദ അങ്കണത്തിൽ വൈകിട്ട് 5 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. KB അവർമാൻ കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് കാന്താരി ഗ്രാമം പദ്ധതിയുടെ 2ാമത് സീസൺ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KA വിശ്വനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 40 ക്ലസ്റ്ററുകൾക്കായി 20,000 തൈകൾ ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തു. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പരിപാടിയുടെ വിശദാംശങ്ങൾ കാർഷിക വികസന സമിതി വാർഡ് അംഗങ്ങളുടെ സംയുക്ത യോഗത്തിൽ ചർച്ച ചെയ്തു. AK വിജയൻ, MK അറാഫത്ത്, സെലീന നാസർ, VS രജനി, ഷെറീഫ കബീർ, കൃഷി അസിസ്റ്റന്റ് ഷാജിമോൻ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ K ഗംഗാധരൻ പദ്ധതി വിശദീകരണം നടത്തി. സിജിമോൻ, സനൽ P രാജ്, ജിഷ, ഷീബ അർജുനൻ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. തിരുമുപ്പട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധരായ യൗസേ പിതാവിന്റെയും കന്യകാ മറിയത്തിന്റെയും സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. ഏപ്രിൽ 30, മെയ് 1 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. സംയുക്ത തിരുനാളിന്റെ ഭാഗമായുള്ള കൊടിയേറ്റം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. തുടർന്നുള്ള നവനാൾ ദിനങ്ങളിൽ വൈകിട്ട് ലതീഞ്ഞ്, നൊവേന, പ്രസുതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന തുടങ്ങിയ തിരുക്കർമ്മങ്ങൾ ഉണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ, തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, മറ്റ് കമ്മിറ്റി കൺവീനർമാർ, കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ് വിൽസൺ, ആളൂർ ഔസേഫ് ലേവി, ചെറയത്ത് സണ്ണി ആൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ നിന്നും മുക്കിലപ്പീടിക വരെ ദിവസങ്ങളായി തുടരുന്ന ജോലികളാണ് അശാസ്ത്രീയമെന്ന ആക്ഷേപം ഉയരുന്നത്. പൈപ്പ് ലൈൻ മാറ്റുന്നതിന് കുഴിച്ചെടുക്കുന്ന മണ്ണ് നിരുത്തരവാദപരമായ രീതിയിൽ റോഡിൽ തന്നെ നിക്ഷേപിക്കുന്നത് മൂലം ഇരുചക്രവാഹന, കാൽനട യാത്രക്കാർ തുടങ്ങിയവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ഒഴുകിപ്പോകാനുള്ള കാനയിൽ നിക്ഷേപിക്കുന്നത് വരുന്ന മഴക്കാലത്ത് വലിയ
സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യാനും ഇവിടെ യാത്രക്കാർക്ക് സൗകര്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള അവസരം വാട്ടർ അതോറിറ്റി ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് നടപ്പിലാക്കാത്ത പക്ഷം വലിയ സമര പരിപാടികൾക്ക് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ ഈ ജോലി ആരംഭിച്ചതിനു ശേഷം നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നത്. ഇതുകൂടാതെ വെള്ളം ഒഴിഞ്ഞുപോകാനുള്ള കാനയിൽ പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിച്ചത് മൂലം വരുന്ന മഴക്കാലത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാഹചര്യമാണ് ഉള്ളതെന്നും എത്രയും പെട്ടെന്ന് കാന വൃത്തിയാക്കാനുള്ള നടപടിയും റോഡിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള പ്രവൃത്തിയും സ്വീകരിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഹസൻ തെക്കേ പട്ടേൽ ആവശ്യപ്പെട്ടു. ഇതിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി ഭക്തിഗാനമേള നടന്നു. കല്ലുംപുറം സ്വദേശി സിനിത്ത് ടിജി ദമ്പതികളുടെ മകൾ വിദ്യാർത്ഥി കൂടിയായ യുവഗായിക ശിവഗംഗയുടെ ഗാനം സദസ്സിന്റെ കയ്യടി നേടി. പിതാവിന്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച ശിവഗംഗ കല്ലുംപുറം സിറാജുൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. കലാമത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പിതാവ് സിനിത്തും ഗാനങ്ങൾ ആലപിച്ചു. ധ്വനിതരംഗ് കടവല്ലൂരിന്റെ നേതൃത്വത്തിൽ യുവതലമുറയിലെ ഗായകരുടെയും സ്വരസമർപ്പണങ്ങൾ ആഘോഷത്തിന്റെ തനിമ കൂട്ടി. പരമ്പരാഗത ഭക്തിഗാനങ്ങൾക്ക് പുതുമയുടെ സ്പർശമേകിയ കരോക്കെ ഭക്തിഗാനമേളയിൽ രാജേഷ്, സുവർണ, പ്രശാന്ത്, ജിസ്മി, സുകുമാരൻ, സതി എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ മികച്ച അറബി അധ്യാപകനുള്ള AB അബ്ദുള്ള മാസ്റ്റർ പുരസ്കാരം കരസ്ഥമാക്കിയ കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അറബി അധ്യാപിക MK ആത്തിക്ക BVയെ കുന്നംകുളം സബ് ജില്ലയിലെ റിട്ടയർഡ് അറബി അധ്യാപകർ മൊമന്റോ നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. സെന്റ് തോമസ് സ്കൂളിലെ പ്രധാന അധ്യാപിക ബീന ടീച്ചർ, അറബി അധ്യാപിക പ്രതിനിധി ലൂസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ മിസരിയ, അമീന, രുക്മണി, ജമീല, സുലേഖ എന്നിവർ സംബന്ധിച്ചു. വിദ്യാലയത്തിനകത്തും പുറത്തുമുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത്. ഞമനങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 3-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് ഗജവീരൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ദേവിയുടെ തിടമ്പേറ്റി. വൈകിട്ട് 5 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, കിരൺ നാരായണൻകുട്ടി, ആമ്പാടി ബാലൻ, പാക്കത്ത് ശ്രീകുട്ടൻ തുടങ്ങിയ ഗജവീരന്മാർ മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി. കൂട്ടിയെഴുന്നള്ളിപ്പിന് ചൊവ്വല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ മേളം നടന്നു. തുടർന്ന് കാവടിപ്പൂരങ്ങളുടെ വരവ്, തിറ, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വരവ്, കുതിരയെടുക്കൽ, വടക്കൻ വാതിക്കൽ തുറന്ന് പറവെപ്പ്, തായമ്പക, നവോദയ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ നടപ്പുരമേളം അരങ്ങേറി. ബുധനാഴ്ച പുലർച്ചെ താലങ്ങളുടെ അകമ്പടിയോടെയുള്ള പൂരം വരവോടെ 5 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന താലപ്പൊലിക്ക് സമാപനമായി. മാലിന്യമുക്ത നവകേരളം സംസ്ഥാന തലത്തിൽ യൂസർ ഫീ കളക്ഷനിൽ മികച്ച നേട്ടം കൈവരിച്ച കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ AS സനൽ, G സതീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, A രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ശേഖരണ യൂണിറ്റ്, സമത ഗ്രീൻ ജൈവവള നിർമ്മാണ യൂണിറ്റ്, ഹരിത ചകിരി റീഫൈബറിംഗ് യൂണിറ്റ് എന്നിവരും ആദരം ഏറ്റുവാങ്ങി. പോർക്കുളം പഞ്ചായത്തിൽ മെൻസ്ട്രുവൽ കപ്പിന്റെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. പോർക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാരായ KA ജ്യോതിഷ്, സുധന്യ സുനിൽകുമാർ, വിജിത പ്രജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊജക്ട് അസോസിയേറ്റ്
ഡോക്ടർ പി സൗമ്യ മോഹൻ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ KR പ്രേംരാജ് നന്ദിയും പറഞ്ഞു. 1,44,897 രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവാക്കിയത്. 469 പേരാണ് ഗുണഭോക്താക്കൾ. പഴഞ്ഞി അയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവയുണ്ടായി. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ നടന്നു. ബുധനാഴ്ച രാവിലെ കുർബാനയെ തുടർന്ന് ഉച്ചയോടെ വാദ്യമേളങ്ങളും ആനകളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയും നടന്നു. പെരുന്നാളിന് വികാരി ഫാദർ ജോർജ് ചാക്കോ, കൈസ്ഥാനി MV ഷാജി, സെക്രട്ടറി VK ജോൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ചെറുമനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പേരുകേട്ട 26 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തിരുതി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് മാറ്റേക്കി. ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ കാളി, കരിങ്കാളി, കാള, തെയ്യം, തിറ, പൂതൻ തുടങ്ങിയ വേലയാഘോഷങ്ങൾ ക്ഷേത്ര മൈതാനിയിലെത്തി സമാപിച്ചു. ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടക്കൽ പറയും ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ദേവിയുടെ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയായി. വൈകിട്ട് 6 മണി മുതൽ വാദ്യാഘോഷങ്ങളും ഗജവീരന്മാരുമായുള്ള പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു തുടങ്ങി. തുടർന്ന് 8 മണിക്ക് 26 ആനകൾ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം മാറ്റുകൂട്ടി. രാത്രി പൂരാവർത്തനവും വ്യാഴാഴ്ച രാവിലെ വടക്കൽ വാതിൽക്കൽ 18ാം കർമ്മവും കഴിഞ്ഞ് പൂരത്തിന്റെ കൊടിയിറങ്ങും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം പൂജാരി പുതുമന ഹരി നമ്പൂതിരി, കോമരം ശങ്കരനാരായണൻ, ഭരണസമിതി പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രശേഖരൻ കൈനാട്ട്, ട്രഷറർ അനിൽ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദയുടെ കത്തോലിക്ക ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ MP ഡേവിസ്, PT സണ്ണി, ജനറൽ കൺവീനർ ജോസ് വടക്കൻ എന്നിവർ പങ്കെടുത്തു. ഈ മാസം 27, 28, 29 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. 27 വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ജാക്സൺ ചാലക്കൽ നിർവഹിക്കും. തുടർന്ന് മ്യൂസിക് നൈറ്റ് ഉണ്ടാകും. 28 രാവിലെ 6:30 കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് വെക്കൽ. രാത്രി 11:30 250-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ബാൻഡ് വാദ്യം. 29 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് അതിരൂപത വികാരി മോൺസിഞ്ഞോർ ജോസ് കൊനിക്കര നേതൃത്വം നൽകുന്ന ആഘോഷമായി തിരുനാൾ ദിവ്യബലി ഉണ്ടാകും. 5:30 തിരുനാൾ പ്രദക്ഷിണം, 7 മണിക്ക് വർണ്ണമഴ എന്നിവയും നടക്കും. പുന്നയൂർക്കുളം പഞ്ചായത്ത് നേതൃത്വത്തിൽ ഏപ്രിൽ 26 തൃശൂരിൽ നടക്കുന്ന തൊഴിൽ പൂരത്തിൽ പങ്കെടുക്കുന്നവർക്കായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അഭിമുഖ പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, സെക്രട്ടറി ശ്രീലത, ക്ലർക്ക് ജിസ്ന, CDS ഗിരിജാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. റിസോഴ്സ് പേഴ്സൺ തസ്നി ബഷീർ അഭിമുഖ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. തീമാറ്റിക് എക്സ്പെർട്ട് ആൻസി സ്വാഗതവും കമ്മ്യൂണിറ്റി അംബാസിഡർ സൗമ്യ വിനോദ് നന്ദിയും പറഞ്ഞു. KDISC പ്രതിനിധി കിരൺ നേതൃത്വം നൽകി. ലോക പുസ്തക ദിനത്തിൽ ഗാന്ധിയനായ PV ഗംഗാധരൻ മാസ്റ്ററുടെ മൃതശരീരത്തിൽ ഗാന്ധിയൻ പുസ്തകങ്ങൾ സമർപ്പിച്ച് അധ്യാപകന്റെ വ്യത്യസ്തമായ ആദരാഞ്ജലി. ഗാന്ധിയൻ പ്രവർത്തനങ്ങളുടെ പ്രചാരകനും ലഹരി വിരുദ്ധ പ്രവർത്തകനുമായിരുന്ന PV ഗംഗാധരൻ മാസ്റ്ററുടെ ദേഹവിയോഗത്തിൽ അനുശോചനമർപ്പിച്ചാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ PJ സ്റ്റൈജു ഗാന്ധിയൻ പുസ്തകങ്ങൾ മൃതദേഹത്തിൽ സമർപ്പിച്ചത്. ഗാന്ധി ദർശനങ്ങൾ നെഞ്ചേറ്റിയ മാസ്റ്ററുടെ മൃതശരീരത്തിൽ പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ ഉചിതം ഗാന്ധിയൻ പുസ്തകങ്ങളുടെ സമർപ്പണമാണെന്ന തിരിച്ചറിവാണ് സ്റ്റൈജുവിനെ വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ ഇടയാക്കിയത്. ഒല്ലൂർ PR പടിയിലെ ഗംഗാധരൻ മാസ്റ്ററുടെ വസതിയായ ഉപാസനയിൽ പൊതുദർശനത്തിന് വെച്ച മൃതശരീരത്തിൽ ലോക പുസ്തക ദിനത്തിലാണ് ഗാന്ധിജിയുടെ ആത്മകഥയും ഗാന്ധിജിയുടെ ജീവിത സന്ദേശം അടങ്ങിയ പുസ്തകങ്ങളും സമർപ്പിച്ച് ആദരമർപ്പിച്ചത്. അധ്യാപകനായ TT പോൾ, സർവോദയം പ്രവർത്തകനായ PP സുകുമാരൻ, ഗാന്ധി ദർശനവേദി പ്രവർത്തകൻ VI ജോൺസൺ, മാധ്യമ സാംസ്കാരിക പ്രവർത്തകൻ പ്രമോദ് ചേർപ്പ് എന്നിവരും സ്റ്റൈജു മാസ്റ്റർക്കൊപ്പം ഉണ്ടായിരുന്നു.
ഗംഗാധരൻ മാസ്റ്റർക്കൊപ്പം വിവിധ മേഖലകളിൽ ഗാന്ധിയൻ പ്രവർത്തനങ്ങളും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് 24 കേരള ബറ്റാലിയനിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ സ്റ്റൈജു മാസ്റ്റർ. എയ്യാൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാൾ ഏപ്രിൽ 26-27 തീയതികളിൽ ആഘോഷിക്കും. ഈസ്റ്റർ ഞായറാഴ്ച ഇടവക പള്ളിയിലെ ആരാധനയ്ക്ക് ശേഷം വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ പെരുന്നാളിന്റെ കൊടിയേറ്റം നിർവഹിച്ചു. 26 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാനമസ്കാരം, പെരുന്നാൾ പ്രാരംഭ പ്രദക്ഷിണം, ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ. 27 പൊതു ഞായറാഴ്ച രാവിലെ 8:30 വിശുദ്ധ കുർബാന. ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ വൈകിട്ട് 5:15 പള്ളിയിൽ നിന്ന് കുരിശുപള്ളിയിലേക്കുള്ള പെരുന്നാൾ സമാപന പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയാണ് പെരുന്നാളിന്റെ പ്രധാന പ്രോഗ്രാമുകൾ. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, കൈസ്ഥാനി മനോമോഹൻ, സെക്രട്ടറി AK പോൾസൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ വിവാദത്തിൽ വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയുള്ള കേസ് തൃശൂർ SST സ്പെഷ്യൽ കോടതി തള്ളി. ഇതോടെ നീണ്ട 7 വർഷത്തെ നിയമപോരാട്ടത്തിന് വിരാമമായി. CPM രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നൽകിയ കള്ളക്കേസ് തള്ളിയത് രാഷ്ട്രീയ പകപോക്കലിനുള്ള തിരിച്ചടിയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കേണ്ടത് പാവപ്പെട്ട ആളുകളുടെ, ദുർബല വിഭാഗങ്ങളുടെ ആളുകളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള SC/ST വകുപ്പും അതുപോലെ തന്നെ പോക്സോ കേസും ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള അവരുടെ സ്ത്രീകളുടെയും അതുപോലെ SC/ST വിഭാഗങ്ങളുടെയൊക്കെ സംരക്ഷണത്തിനായിട്ടാണ് ഇത്തരം വകുപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടി ഈ കേസ് സെക്ഷൻ ഉപയോഗിക്കുകയാണ്. ജാതിപ്പേര് വിളിക്കാത്ത ജാതിപ്പേര് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ മുകളിലുള്ള അധീശത്വം ഉപയോഗിച്ചുകൊണ്ട് കേസെടുപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുപ്പിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ജനങ്ങളുടെ നന്മയ്ക്കായി രാജ്യത്ത് കൊണ്ടുവന്ന നിയമങ്ങൾ അത് ദുരുപയോഗപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. KPCC സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ ഭാരവാഹികളെ നിയമിച്ചു. ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താറാദൂർ, കൺവീനർ അനിൽ സമ്രാട്ടുൾ എന്നിവർ ഉൾപ്പെടെ ഉള്ള ഭാരവാഹികളെയാണ് നിയമിച്ചത്. വടക്കേക്കാട് സുന്നി ജമുയത്തുൽ മുവല്ലിമീൻ ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു. എടക്കര ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിയ ചടങ്ങ് VK അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. മുഫദിഷ് ഉസ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കുഞ്ഞു മുഹമ്മദ് സക്കാഫി, ഉസ്മാൻ മുസ്ലിയാർ, SMK തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത 3 വർഷത്തേക്കുള്ള റേഞ്ച് ഭാരവാഹികളായി പ്രസിഡന്റായി VK അബൂബക്കർ ലത്തീഫിയെയും സെക്രട്ടറിയായി കുഞ്ഞു മുഹമ്മദ് സക്കാഫിയെയും ട്രഷററായി ഹുസൈൻ ബാക്കവിയെയും തെരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസറായി SMK തങ്ങൾ യോഗം നിയന്ത്രിച്ചു. എടക്കര മഹല്ല പ്രസിഡന്റ് ജലീൽ ദാരിമി, സെക്രട്ടറി VP ലത്തീഫ്, വൈസ് പ്രസിഡന്റ് ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് സക്കാഫി സ്വാഗതവും ജലീൽ സാദി നന്ദിയും പറഞ്ഞു. കോടശ്ശേരി മല ശിവപാർവതി ക്ഷേത്രത്തിൽ മെയ് 18 മുതൽ മെയ് 28 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങിന്റെ ബ്രോഷർ പ്രകാശനം ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ K അജിത് കുമാറിന് നൽകി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി MN ലതീന്ദ്രൻ, മേൽശാന്തി സഞ്ജയൻ, ഭരണസമിതി അംഗങ്ങളായ KK ഹരിദാസ്, MM മുരളീധരൻ, പ്രദീപ് കുമാർ, ക്ഷേത്രം ഉദ്യോഗസ്ഥൻ KA രാജീവ്, ഗോപി മോഹൻ പിഷാരടി എന്നിവർ പങ്കെടുത്തു. കേരള യുവജനക്ഷേമ ബോർഡും കേരള സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം കൈവരിച്ച ഗ്രേറ്റ് മാർഷ്യൽ ആർട്സ് കളരിപ്പയറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അനുമോദിച്ചു. വിവിധ ഇനങ്ങളിലായി സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾ ഉൾപ്പെടെ 18 മെഡലുകളാണ് നേടിയെടുത്തത്. അയിരൂർ സ്വദേശി ഹൈദർ ഹാജി ഗുരുക്കളുടെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് മാർഷ്യൽ ആർട്സ് കളരിപ്പയറ്റ് അക്കാദമി സംസ്ഥാന മത്സരങ്ങളിൽ തുടർച്ചയായി ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അനുമോദന യോഗത്തിൽ ഡോക്ടർ ജെയ്സ് ഡേവിസ്, KP റാസിൽ, സർഫ്രാസ് പാലപ്പെട്ടി, ഷിഹാബ്, ഷഹീർ, ഗുരുക്കൾ ഷാഫി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഒന്നാകണം നാടിന്റെ നന്മയ്ക്കായി എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സാഹോദര്യ പദയാത്ര പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ പെരുമ്പിലാവ് വെൽഫെയർ പോയിന്റിൽ നിന്നും വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് നയിച്ച സാഹോദര്യ പദയാത്ര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തി. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ പോരാട്ടത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി സാഹോദര്യ പദയാത്ര നടത്തിയത്. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷമീറ നാസർ, ഷബീർ അഹ്സൻ, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ,
ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അംഗം മുഹമ്മദ് അസ്ലം, പ്രവാസി ഫോറം പ്രസിഡന്റ് PS ഷംസുദ്ദീൻ, FITU ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് KB, തനിമ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷഹീദ് പാലിയത്ത്, വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ സ്വാഗതവും ട്രഷറർ NK മൊയ്തീൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലിയേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 9 3 മണിക്ക് പെരുമ്പിലാവിൽ സ്വീകരണം നൽകും. കരിക്കാൽ സെന്ററിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് ജംഗ്ഷനിൽ സമാപിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയിൽ മണ്ഡലത്തിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കും. കുന്നംകുളം ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ശാരീരിക മാനസിക വൈകല്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്യാമ്പ്. ആദർ സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ള വിദഗ്ധ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകും. ഓരോ കുട്ടികളുടെയും ഭിന്നശേഷി തിരിച്ചറിയുവാനും ഉചിതമായ പരിശീലന രീതികൾ നിർണ്ണയിക്കാനും മാതാപിതാക്കൾക്ക് പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി നടത്തുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04885 22 48 17, മറ്റൊരു നമ്പർ 97 44 20 80 98. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9015 രൂപ, സ്വർണം പവന് 72,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചർമ്മംകേച്ചേരി തേർമഠം ചാക്കുണ്ണി മകൻ യാക്കോബ് എന്ന ജേക്കബ് നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം എരന്നലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. മേഴ്സി, ടോമി, ലൂസി, ഗ്രേസി, ഷീല, റീജ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി രാജ്യം. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും. എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കുന്നംകുളത്ത് തൃശൂർ നോർത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്ന് സുരക്ഷിതമായി കണ്ടെത്തിയത്. ലഹരിക്കെതിരെ സംഗീത ലഹരിയുമായി ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പെയ്തിറങ്ങി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൗമാര കലാപ്രതിഭ ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.tv. നമസ്കാരം.